അതെ എന്താ പറഞ്ഞു? പോയിട്ടുണ്ടോ വയനാട്ടിൽ? പോയിട്ടുണ്ടോ? അല്ലല്ല, സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്. അല്ല, അങ്ങനെയല്ല, നാട് മുഴുവൻ ഒലിച്ചു പോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത്. ആയിക്കോട്ടെ. അല്ലല്ല, നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. സാങ്കേതികത്വം അല്ല എന്റെ സുഹൃത്തെ. നിയമം, നാട്ടിലെ നിയമം, അതായത് പണം ചെലവാക്കണമെങ്കിൽ സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു മിനിറ്റ് ഞാൻ വായിച്ചേക്കാം. ഞാൻ ഇത് കൂടി വായിച്ചേക്കാം. നിങ്ങൾ ഇതെല്ലാം വായിക്കണമല്ലോ, നിങ്ങളെല്ലാം മനസ്സിലാക്കണം. ഹൈക്കോടതിയിൽ ഞാൻ പറയട്ടെ, ഞാൻ ഈ വായിക്കുന്നുണ്ടല്ലോ, ഈ കേരളത്തിലെ മന്ത്രിമാർ നടത്തുന്ന പോലെ പ്രസ്താവനയല്ല. ഞാൻ വായിക്കുന്നത് രേഖകളാണ്. ഏത് രേഖ? പാർലമെന്റിലെ രേഖ. പാർലമെന്റിൽ കള്ളം പറയാൻ പറ്റില്ല. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജാണ്. ഹൈക്കോടതിയിൽ കള്ളം പറഞ്ഞു കൊണ്ടിരിക്കട്ടെ, സംസ്ഥാന ഗവൺമെന്റ് പറയാം ഇത് കള്ളമാണ്. സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഒക്ടോബർ മാസം 17-ാം തീയതി കൊടുത്ത ഇതിൽ PDNA കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ PDNA കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് എന്താ പറയാതിരുന്നത്? എന്നാൽ സിമ്പിളാണ്. ഈ PDNA എന്ന് പറയുന്നത് സമയം പിടിക്കും കൊടുക്കാനായിട്ട്. ഓക്കെ, പക്ഷേ ഇത് അതുപോലെ ഇനി ഞാൻ ഒന്നും കൂടി കേൾക്ക്. ഇതൊക്കെ ഈ പിണറായി വിജയന്റെ പ്രസ്താവന. നിങ്ങൾ കൈരളിയാണ്? ഏഷ്യാനെറ്റാണ്. അപ്പൊ അവിടുന്ന് AKG സെന്ററിൽ കിട്ടുന്നത് അതേപടി എടുക്കരുത്. ഞാൻ വായിക്കട്ടെ, ഞാൻ വായിച്ചു കേൾപ്പിച്ചരാം. ഞാൻ പ്രസ്താവനയല്ല നടത്തുന്നത്, ഞാൻ വായിച്ചു കേൾപ്പിച്ചരാം. ഫർദർ, in order to assess the loss of immediate nature before receipt of formal memorandum from the state government of Kerala for additional finance assistance from NDRF, an interministerial central team was constituted on 2nd August 2024 itself, and the IMCT, in consultation with the state government, visited the affected areas for on-the-spot assessment of damages from 8/8/24 to 10/8. However, അടുത്ത സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. However, state government submitted its memorandum on 19th August 2024 seeking an additional assistance of rupees 214.68 crore. എത്രയാ എമൗണ്ട്? എത്രയാ വായിച്ചേ? കേട്ടല്ലോ. 214 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ചോദിച്ചിരിക്കുന്നത്. 788 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുകയാണ്. ഏത് മാനദണ്ഡാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മാനദണ്ഡം ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തോ? എന്റെ സുഹൃത്തെ, നിങ്ങൾ എത്ര കാലമായി ഈ നാട്ടിൽ ജീവിക്കുന്നു? അല്ലല്ല, എത്ര കാലമായി ജീവിക്കുന്നത്? നമുക്കൊരു റേഷൻ ഷോപ്പില് ഒരു റേഷൻ കാർഡ് വേണമെങ്കിൽ നമുക്ക് അപേക്ഷ കൊടുക്കണോ? അല്ല, കൊടുക്കണോ വേണ്ടയോ? എന്റെ ചോദ്യം, ഒരു വീടില്ല, അപേക്ഷ കൊടുക്കണ്ടേ? മുഖ്യമന്ത്രിയോട് ഞാൻ ചെന്നിട്ട് ഒരു മെമ്മറാണ് കൊടുക്കുന്നു, എനിക്ക് വീടില്ല. മുഖ്യമന്ത്രി അടുത്ത ദിവസം വീട് അനുവദിക്കുമോ? മുഖ്യമന്ത്രി നേരിട്ട് ബോധ്യപ്പെട്ടു, അനുവദിക്കുമോ? ഇതിനല്ലേ പ്രധാനമന്ത്രിയുടെ കാര്യം. അതായത് പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു, മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു, അടുത്ത ദിവസം കാര്യം നടക്കുമോ? ഇവിടെ പാലമില്ല, മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു, അടുത്ത ദിവസം പാലം പണിയാൻ പറയുമോ? അടിയന്തര സഹായം ചെയ്യാലോ? തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അടിയന്തര സഹായം 788 കോടി രൂപ കയ്യിലിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ആ പണം ചെലവാക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്?